ഹലോ, ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് 3 വെരി യൂസ്ഫുൾ DIY വർക്കാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ ഓർഗനൈസേഷനായിരുന്നു. അതിൽ നമ്മളൊരു DIY വുഡൻ റാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ വുഡൻ സ്റ്റാപ്ലേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഒരു സെറാമിക് കപ്പിലാണ്. അപ്പോൾ സെറാമിക് ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു കപ്പിൻ്റെ ഹാൻഡിൽ ബ്രേക്ക് ആയത് കാരണം ഞാൻ ആ വീഡിയോയിൽ ഇതിൻ്റെ ഡിസ്പ്ലേ അധികം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ മേക്ക് ഓവറാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതുപോലത്തെ വേറൊരു സെയിം ടൈപ്പ് ഓഫ് കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെയും ഹാൻഡിലാണ് ബ്രേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വാൾപുട്ടിയാണ്. വാൾപുട്ടി ഞാനിതിൽ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പൊട്ടിയിട്ടുള്ള ഹാൻഡിലിൻ്റെ പ്രൊജക്റ്റ് ചെയ്ത് കിടക്കുന്ന ആ ഒരു പോർഷനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്തിട്ട് 2 കപ്പും നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഫുള്ളായിട്ട് തന്നെ ഒരു തിൻ ലെയർ കോട്ടിങ്ങും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ലെയറിങ് ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓവർനൈറ്റ് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്ലോത്ത് ബാഗാണ്. അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ക്ലോത്താണിത്. ഇനി ആ ഒരു ക്ലോത്ത് ഒരു ഓവൽ ഷേപ്പിലും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാലൻസ് വന്നിട്ടുള്ള പേസ്റ്റ് ഒന്നും കൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കി എടുത്തതിന് ശേഷം ഈ ഒരു ക്ലോത്ത് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്ററാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റർ ആദ്യം ഞാനൊന്ന് പ്ലാസ്റ്റിക് കവർ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ള ആ ക്ലോത്ത് ഒന്ന് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എല്ലാ സൈഡിലും ഒന്ന് സെയിം ഒരു സിമെട്രിക് ഫോമിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നന്നാകും. ഇനി അതൊന്ന് ഷേപ്പ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ അടുത്ത് എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലായിരുന്നു ഉള്ളത്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ ഒരു കാർഡ്ബോർഡ് റോൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ മുകളിലത്തെ ഫ്ലോറിലെ ആൾക്കാർ വാൾ സ്റ്റിക്കേഴ്സ് വാൾ പേപ്പേഴ്സിൻ്റെ റോളാണ്. അപ്പോൾ അവരത് കളയാൻ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ നല്ല തിന്നായിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ നമ്മളിതൊന്ന് തിക്കൻ ചെയ്തെടുത്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ആദ്യം തന്നെ ഞാനിതിന്ന് 4.5 ഇഞ്ച് വരുന്ന 3 പീസ് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് പീസും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി റോളും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സെയിം മെഷർമെൻറ്റിൽ.
അത് കഴിഞ്ഞിട്ട് ഒന്ന് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോളൊന്ന് ബാക്കി 2 റോളും അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട് ഞാൻ ആദ്യം കട്ട് ചെയ്തിട്ടാണ് പിന്നെ ബാക്കി റോൾസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാൻ വേറെ എക്സ്ട്രാ റോളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് പേപ്പറോ പ്ലാസ്റ്റിക് ബാഗ്സൊക്കെ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റോളൊക്കെ നല്ല രീതിയിലൊന്ന് സ്റ്റഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4.5 ഇഞ്ച് വരുന്ന ആ ഒരു 3 പീസും പിന്നെ എക്സ്ട്രാ പീസും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് 4 റോൾസും കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ഫുഡ് കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ 4 ഫുഡ് കണ്ടെയ്നേഴ്സ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇത് ഓരോന്നും ഇതിൻ്റെ മിഡിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു എക്സ്ട്രാ റോൾ വെച്ചിട്ട് നമ്മളിതിൻ്റെ സ്റ്റാൻഡും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് പല ടൈപ്പിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനതവിടെ കാണിച്ചു തരാം. അപ്പോൾ ചെറിയ പ്ലാന്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു ഡെക്കർ പീസൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലും ഇത് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്കിതുപോലുള്ള ഫാൻസി സ്റ്റഫൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓർഗനൈസറാണിത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൽ ഈ 2 മെത്തേഡല്ല യൂസ് ചെയ്യുന്നത്. എനിക്കിതൊരു കിച്ചൺ ഓർഗനൈസറായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് കിച്ചണിൽ യൂസ് ചെയ്തതെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇനി അതിന് മുമ്പായിട്ട് നമ്മളിവിടെ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ 10 hours കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ പ്ലാന്ററൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഈ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൺ ഫോമിൽ നമുക്കിത് കിട്ടണമെന്നില്ല, ഒരു അൺഈവൺ ഫോമിലാണ് നമുക്കിത് വേണ്ടത്. പക്ഷേ എക്സ്ട്രാ വരുന്ന കുറച്ച് നൂലും കാര്യങ്ങളും മാത്രമാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
എനിക്കിതിലേക്ക് വേണ്ടത് വൈറ്റ് പെയിൻ്റ് ആണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് വൈറ്റ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് പെയിൻറ്റിലേക്ക് ഞാൻ ഫെവിക്കോളും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പുട്ടിയൊക്കെ ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫെവിക്കോൾ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ലെയറിങ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഈ 2 കപ്പും കൂടെ നല്ല രീതിയിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതും ഞാൻ 10 hours കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബാലൻസ് വരുന്ന ഫെവിക്കോള് ഞാൻ ഇതിലേക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്ന വർക്കിൻ്റെയൊക്കെ ടെക്സ്ചർ എപ്പോഴും റഫായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ ഈ ഒരു റഫ് ടെക്സ്ചർ തന്നെയാണ് വേണ്ടത്. എനിക്കൊരു വുഡിൻ്റെ ലുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനതിലേക്ക് ബ്രൗൺ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഓർഗനൈസർ ഞാൻ കിച്ചണിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെറിയ ക്വാണ്ടിറ്റിയിൽ വരുന്ന വെജിറ്റബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓർഗനൈസറായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇത് നല്ലൊരു സ്പേസ് സേവിങ് ഓർഗനൈസറാണ്. അപ്പോൾ ചെറിയ കിച്ചണൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെയുള്ള ഓർഗനൈസറൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നല്ലൊരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിൻ്റെ യൂസും കൂടെ ഒന്ന് നോക്കാം. ഇനി നമ്മളിത് റഫ് യൂസാണ് ചെയ്യുന്നത്. കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കാരണം ഇതിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റാപ്ല ഹോൾഡറായിട്ട് തന്നെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ നമ്മൾ വുഡൻ സ്റ്റാപ്ലാസും പിന്നെ അതർ ലോങ് സ്റ്റാപ്ലാസൊക്കെ നമ്മൾ മറ്റേ സെക്ഷനിലും കൂടിയിട്ടാണ് ഓർഗനൈസ് ചെയ്തെടുക്കുന്നത്. ഇതും നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഐറ്റം നമ്മൾ പ്ലാന്ററായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 3 യൂസ്ഫുൾ DIYs ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്